ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമുക്കൊരു പറ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇന്നും ദേവി പറയ്ക്ക് വരുന്നുണ്ടേ. ഇന്നെന്ന് വെച്ചാൽ ഇത് 2-3 ദിവസമായി കേട്ടോ. ദേവി പറ കഴിഞ്ഞ് തിരിച്ചകത്ത് കയറുക വരെ ചെയ്തു. നമുക്ക് വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ 3ാമത്തെ പറയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വർഷം പറ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി പറകളുണ്ടെന്ന്. അതിലെ 3ാമത്തെ പറയാണ് കേട്ടോ ഇത്. അപ്പം കുറേ അപ്പോൾ വരുന്നുണ്ടല്ലേ. എന്ത് ചെയ്യാനാണ്, ഈ സാധനങ്ങളൊന്നും എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല, എന്താ പറയേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ, ഞാൻ പറഞ്ഞതുപോലെ രാവിലെ തൊട്ട് നമ്മളിങ്ങനെ കൊട്ടി വയ്ക്കുമ്പോൾ നോക്കി ഇരുന്നിട്ട് ഈ പറ എന്തായാലും ഉച്ചയായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേവി നമ്മുടെ വീട്ടിലോട്ട് വരുവാണ്. ഇത് നമ്മുടെ ഗ്രാമദേവതയാണ്, കൗപ്പടിക്ക് അമ്മ. അപ്പം എന്താ പറയണ്ടേ, എല്ലാ ദേവിമാരും വരുമ്പോഴും ഒരു പ്രത്യേക സന്തോഷമാണ്. പക്ഷേ നമ്മുടെ ഗ്രാമദേവത നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അതിൽ കൂടുതലൊരു പ്രത്യേക സന്തോഷമാണല്ലേ. നമ്മുടെ വീട്ടിൽ പറയും കഴിഞ്ഞ് വൈകുന്നേരം ദേവി അകം പോകുന്ന ദിവസമാണ്. പറയെല്ലാം കഴിഞ്ഞിട്ട് നാട് ചുറ്റി തൻ്റെ മക്കളെല്ലാം കണ്ടിട്ട് പിന്നെ തൻ്റെ മക്കളെല്ലാം കൂടെ യാത്രയാക്കി തലപ്പൊലിയൊക്കെ എടുത്ത് എതിരെ പോലെ നടത്തി അമ്പലത്തിൽ കൊണ്ട് തിരിച്ച് യാത്രയാക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ കരയിലാണ് ലാസ്റ്റ് ദിവസത്തെ പറ വരുന്നത്. നമ്മുടെ ഇവിടെ നിന്നാണ് താലപ്പൊലി വൈകിട്ടത്തെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ലാസ്റ്റ് ദിവസത്തെ പറ നമ്മുടെ അവിടെ വരുന്നത്. വിഷ്ണുട്ടാപ്പ പറയാണ് അതിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഈ ഉള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഇങ്ങനെ വരുന്നതും പറ കൊടുക്കുന്നതും ഒക്കെ. ഇനിയും ഉണ്ട് നമുക്ക് പറകളൊക്കെ. പിന്നെ നമ്മൾ ദേവിക്ക് കൊടുത്ത മാലയാണേ. ഈ മാലയുടെ പിന്നിൽ ഒരു കഥയുണ്ട് ഗൈസ്, അത് ഞാൻ പറയാവേ. 5-6 ദിവസം മുമ്പേ നമ്മളെ അറിയിക്കും പറ ഇന്നാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ അറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ അടുത്തുള്ള പൂക്കടയിൽ ചെന്നിട്ട് പറഞ്ഞായിരുന്നു, നമുക്ക് ചുമലയും വെള്ള ജമന്തിയും ചുമല റോസാപ്പൂവും പച്ച കളറിലെ തുളസിയും ചേർത്ത്, പിന്നെ പച്ച അല്ലാതെ വേറെ ഏത് കളറിലെ തുളസിയല്ലേ, അത് പോട്ടെ, ഞാൻ പറഞ്ഞത് അങ്ങനെ ആയിപ്പോയതാണ് കേസ്. അപ്പോൾ ആ കളറിലെ 3 കളറിലെ മാല നമുക്ക് വേണമെന്ന് നമ്മൾ ആ കടയിൽ ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനൊരു കല്യാണത്തിന് പോയ വീഡിയോ ഇട്ടിരുന്നല്ലേ, അന്നും ഞാൻ അവിടെ കയറി പറഞ്ഞായിരുന്നു നമുക്ക് വെള്ളിയാഴ്ചത്തേക്ക് മാല വേണമെന്നുള്ളത്. പക്ഷേ നമ്മൾ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് മാല വേണമെന്നാണ്, 10 മണിക്ക് മുമ്പ് മാല വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളാണെങ്കിൽ ഒരു 7-8 മണിയൊക്കെ ആയപ്പോൾ ചെന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ മാല കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വിഷ്ണുട്ടൻ പറഞ്ഞു, ശരി എങ്കിൽ 10 മണിക്ക് മുമ്പ് ഞങ്ങൾക്ക് വേണം, 10 മണിക്ക് മുമ്പേ ഞാൻ വരുമെന്ന് പറഞ്ഞു. ഓക്കെ, വെച്ചേക്കാം ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ വിഷ്ണുട്ടൻ 9:45 കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ചെന്നപ്പോൾ അവർ അന്നേരവും ആ മാല കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ആണെങ്കിൽ ഇവിടെ പറയുടെ കൊട്ട് കേൾക്കാനും പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വാങ്ങിക്കേണ്ട ഏട്ടാ, ദേവിയുടെ ഇഷ്ടമല്ലായിരിക്കും ചിലപ്പോൾ മാല കൊടുക്കുന്നതിനോട്, എന്തോ ദേവിയുടെ ഹിതം പോലല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, എന്നാൽ ഇങ്ങനെ പോന്നേക്കാൻ പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വിഷ്ണുട്ടൻ എന്നോട് പറഞ്ഞടി, എന്നാലും കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളാണെങ്കിൽ ഫോണിനകത്ത് നമ്പർ തപ്പി. അപ്പോൾ നമ്മുടെ കവല നങ്ങ്യാറുളങ്ങരയിൽ കുറേ പൂക്കടകളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ അടുത്തായതുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ അവിടെ ഞാനൊരു നമ്പറിൽ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ആദ്യം ഒരു ഫ്ലവർ മോട്ടോ വന്നു. അപ്പോൾ അതിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ദൈവ സഹായിച്ച് അവിടെ 2 മാല ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ മഞ്ഞ കൊങ്ങിണിയുടെ മാലയും ഒന്ന് ഈ റോസാപ്പൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് റോസാപ്പൂ തന്നെ മതിയതുകൊണ്ട് ചേട്ടാ ഞങ്ങളിതാ വന്നു എന്നും പറഞ്ഞ് അവിടെ പോയി വാങ്ങി കേട്ടോ. അപ്പോൾ പറയുടെ കൊട്ട് അടുത്താണോ കേൾക്കുന്നതെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിത് മേടിച്ചുകൊണ്ട് വന്ന് 10-11-10:30ക്ക് മുമ്പ് നമ്മളിത് മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ നമ്മുടെ വീട്ടിൽ പറ വന്നപ്പോൾ 2 മണിയായി ഗൈസ്. അപ്പോൾ ദേവി നമ്മളെ പരീക്ഷിക്കുകയാണ് എന്നുള്ളതിനുള്ള തെളിവാണ് ഗൈസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളാകട്ടെ നാളെ മറ്റൊരു വീഡിയോയിൽ